സ്റ്റോറി പാർവതി മഹാദേവൻ. പ്രസന്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ചിത്തേട്ടാ, അങ്ങനെയൊന്നും അച്ഛമ്മയോട് പറയണ്ടായിരുന്നു. അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ ചക്കി, നീ ഇനി വെറുതെ ഓരോ കാര്യം പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാതെ ദേ കുഞ്ഞിന് പാൽ കൊടുക്കാൻ നോക്കി. ഇന്ദ്രൻ ചിണുങ്ങി കരയുന്ന കുഞ്ഞിനെ നോക്കി അപർണയോട് പറഞ്ഞു. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അപർണ കുഞ്ഞിനെ എടുത്ത് തൻ്റെ മാറിലേക്ക് ചേർത്ത് പിടിച്ച് പാൽ കൊടുക്കാൻ തുടങ്ങി. പൂച്ചക്കുഞ്ഞിനെ പോലെ ചക്കിയുടെ മാറിൽ പതുങ്ങിക്കിടന്നുകൊണ്ട് പാല് നുണഞ്ഞു കുടിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കണ്ട് ഇന്ദ്രൻ്റെ കണ്ണുകളിൽ അവളോടുള്ള വാത്സല്യം നിറഞ്ഞു. ഒപ്പം തൻ്റെ ചക്കിയിലെ അമ്മ എന്നുള്ള ഭാവത്തിനോട് അവൻ ആരാധനയും ബഹുമാനവും തോന്നി. ഇത്രയും നേരം ദേഷ്യത്തോടെ ഇരുന്ന ഇന്ദ്രൻ്റെ ഭാവം മാറിയത് കണ്ട് അപർണ അതിശയത്തോടെ അവൻ്റെ ദൃഷ്ടി പതിഞ്ഞിടത്തേക്ക് നോക്കി. തൻ്റെ മാറിൽ അമർന്ന് കിടന്നുകൊണ്ട് കുഞ്ഞിച്ചുണ്ടുകൾ വിടർത്തി പാല് നുണഞ്ഞു കുടിക്കുന്ന കുഞ്ഞിനെ കണ്ട് അവളുടെ ചുണ്ടിലും വാത്സല്യം നിറഞ്ഞൊരു ചിരി വിരിഞ്ഞു. അമ്മേ, ഇന്ദ്രൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. അവൻ്റെ ചക്കിന്ന് മാറി നിൽക്കില്ല. അവൻ ചക്കിയുടെയും കുഞ്ഞിൻ്റെയും കാര്യത്തിൽ അവന് വളരെയധികം ശ്രദ്ധയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കൂടെ ആ മുറിയിൽ അവൾ താമസിച്ചു എന്ന് വെച്ച ഒരു കുഴപ്പമുണ്ടാവില്ല. അവൻ അങ്ങനെ പറഞ്ഞതോർത്ത് അമ്മയ്ക്ക് നീരസൊന്നും തോന്നല്ലേ. വിദ്യ പറഞ്ഞത് കേട്ട് അച്ഛമ്മ വിദ്യയെ നോക്കി ചിരിച്ചു. അവനെ എനിക്കറിയാലോ വിദ്യയെ. പിന്നെ ഞാൻ പഴയ ചിന്താഗതിക്കാരിയല്ലേ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ അവൻ അങ്ങനെയൊക്കെ തന്നെ പറയൂന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ തന്നെ ഇന്ദ്രൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എനിക്ക് അവനോട് ദേഷ്യം തോന്നുമോ? അച്ഛമ്മ പറയുന്ന കേട്ട് വിദ്യ ആശ്വാസത്തോടെ ചിരിച്ചു. ഛേ, നീ എൻ്റെ കണ്ണീന്ന് കൈയെടുക്ക് ചക്കി. ഇന്ദ്രൻ അപർണയുടെ കൈ തൻ്റെ കണ്ണുകളിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഒന്ന് പോജിത്തേട്ടാ, വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കാന്നല്ലേ, അപർണ നാണത്തോടെ പറഞ്ഞു. നീ എന്തിനാ ചക്കി ഇങ്ങനെ നാണിക്കുന്നേ? ഞാൻ എൻ്റെ കുഞ്ഞിപ്പൂച്ച പാല് കുടിക്കുന്നതല്ലേ നോക്കിയത്. ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ കൂപ്പിച്ചു നോക്കി. ദേ ജിത്തേട്ടാ, മതി നോക്കിയിരുന്നത്. ഇനി ഇങ്ങനെ നോക്കിയിരിക്കലേ, എനിക്ക് എന്തോ പോലെ തോന്നാം. അപർണ പറയുന്ന കേട്ട് ഇന്ദ്രൻ കുസൃതിച്ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു. ഒപ്പം അവളുടെ മാറിൽ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ തലയിൽ അവൻ മെല്ലെ തഴുകി. അവളുടെ അച്ഛൻ്റെ സ്പർശനം അറിഞ്ഞ പോലെ കുഞ്ഞിപ്പെണ്ണ് ചക്കിയുടെ മാറിൽ നിന്നും മുഖം അടർത്തി മാറ്റി കണ്ണുകൾ വിടർത്തി ഇന്ദ്രനെ നോക്കി. പിന്നീടുള്ള ദിവസങ്ങൾ വേദുകുളിയിലും ലേഹ്യം കഴിപ്പിക്കലും ഒക്കെയായി ചക്കിക്ക് പരിചരണമായിരുന്നു. വിദ്യയും അച്ഛമ്മയും കൂടി ചേർന്ന് തന്നെ ചക്കിയെ നന്നായി തന്നെ നോക്കി. അതിൻ്റെ ഫലമായി തന്നെ ചക്കി പഴയതിലും നന്നായിട്ടുണ്ട്. അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്ദു എപ്പോഴും അവളെ കളിയാക്കലാണ്. എന്താ ചക്കി, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? ഇന്ദ്രൻ ചക്കിയുടെ അരികിൽ വന്ന് ഇരുന്നുകൊണ്ട് ചോദിച്ചു. അത് ജിത്തേട്ടാ, എന്നെ കാണാനിപ്പോൾ കൊള്ളില്ലേ? വിഷമത്തോടെ ചക്കി ചോദിക്കുന്നത് കേട്ട് ഇന്ദ്രൻ അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ ചക്കി ഇപ്പോൾ പഴയതിലും സുന്ദരിയായിട്ടുണ്ട്. തൊടുത്ത കവളും ചുവന്ന ചുണ്ടും നല്ല ഉണ്ട കണ്ണുമൊക്കെയുള്ള എൻ്റെ ചക്കി ഇപ്പോൾ നല്ല സുന്ദരിയാണല്ലോ. പിന്നെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. അവളുടെ ചുണ്ടിൽ സുന്ദരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, ഇപ്പോൾ ഈ നുണക്കുഴി കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയൂ ചക്കി. നേരത്തേതിനേക്കാളും ഇപ്പോഴാ ഈ നുണക്കുഴിക്ക് ഇത്ര ഭംഗി. ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. സത്യമാണ് ജിത്തേട്ടാ? അപർണയുടെ ആകാംക്ഷയോടുള്ള ചോദ്യം കേട്ട് ഇന്ദ്രൻ അവളുടെ മൂക്കിൻ തുമ്പിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. സത്യമാണ് ചക്കി. ഇന്ദ്രൻ അവൾ ചോദിച്ച അതേ ടോണിൽ തന്നെ പറഞ്ഞു. അത് കേട്ട് ചക്കി കുണിഞ്ഞു ചിരിച്ചു. അവളുടെ ചിരി പതിയെ ഇന്ദ്രനിലേക്കും പടർന്നു. ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ കുഞ്ഞിപ്പൂച്ചയുടെ ചുണ്ടിലും ഉണ്ടായിരുന്നു ഒരു കുഞ്ഞു ചിരി. നിറശോഭയോടെ തെളിഞ്ഞു നിൽക്കുന്ന നിലവിളക്കിൻ്റെ മുൻപിൽ കുഞ്ഞിനെയും കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ. അരികിൽ തന്നെ അപർണയും ഉണ്ട്. കസവ് നേരി തൊടുത്ത് നെറ്റിയിൽ കരിമ്പൊട്ടും ഒക്കെ തൊട്ട് കരിയാൽ കറുപ്പിച്ച ഉണ്ടക്കണ്ണുകൾ കൊണ്ട് ചുറ്റിനും നോക്കി കൈകാലുകൾ അനക്കിക്കൊണ്ട് കിടക്കുന്ന കുഞ്ഞിനെ ചിരിയോടെ നോക്കിക്കൊണ്ട് ഇന്ദ്രൻ അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ചുംബിച്ചു. കുഞ്ഞിൻ്റെ ചെവിക്കരികിലായി തൻ്റെ ചുണ്ടുകൾ ഇന്ദ്രൻ ചേർത്ത് വെച്ച് അവളുടെ നാമം ഉരുവിട്ടു. അപരാജിത. ഇന്ദ്രൻ 3 തവണ തൻ്റെ കുഞ്ഞിപ്പൂച്ചയുടെ ചെവിയിൽ ആ നാമം ഉരുവിട്ടു. ആ പേരിഷ്ടമായ പോലെ കുഞ്ഞിപ്പെണ്ണ് നുണക്കുഴി കാട്ടി ചിരിച്ചു. അവളുടെ ചിരി ഇന്ദ്രൻ്റെയും അപർണയുടെയും ചുണ്ടുകളിലും ചിരി പടർത്തി. കുഞ്ഞിൻ്റെ പേരൊന്ന് ഉറക്കെ പറയടാ, ഞങ്ങളും കൂടി കേൾക്കട്ടെ. അപരാജിത. ഇന്ദ്രൻ പറയുന്ന കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു. അപർണയുടെയും അവളുടെ ചിത്തേട്ടൻ്റെയും പ്രണയം. അപരാജിത. ഒരിക്കലും പരാജയപ്പെടാത്ത പ്രണയാംശം.
കൊള്ളാലോ, നല്ല പേരാ. ഇന്ദു ചിരിയോടെ പറഞ്ഞത് കേട്ട് അബി അവളുടെ ചെവിയിലായി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നമുക്കും നല്ലൊരു പേരിടണ്ടേ ഇന്ദുട്ടി? അബി പറഞ്ഞത് മനസ്സിലാവാതെ ഇന്ദു അവനെ സംശയത്തോടെ നോക്കി. എന്താ ഇന്ദുട്ടി ഒന്നും പറയാത്ത? അബി കുസൃതി ചിരിയോടെ അവളോട് പതുക്കെ ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല അബിയേട്ടാ. ഇന്ദു ചിണുങ്ങിക്കൊണ്ട് പറയുന്നത് കേട്ട് അബി അവളുടെ തലയ്ക്ക് പതിയൊരു കുട്ടു കൊടുത്തു. എടി ബുദ്ധൂസേ, നിന്നോട് ചോദിച്ച എന്നെ വേണം പറയാൻ. അബി കളിയാക്കി പറയുന്നത് കേട്ട് ഇന്ദു അവനെ കൂർപ്പിച്ചു നോക്കി. ഇനി ഇന്ദുട്ടീന്നും വിളിച്ച് എൻ്റെ അടുത്തേക്ക് വാ നിങ്ങൾ. ഈ ഇന്ദു ആരാന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇന്ദു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം തിരിച്ചു. ആ, നീ കാണിച്ചതാ ഇന്ദുട്ടി, ആം വെയിറ്റ്. അബി ഒറ്റക്കണ്ണിറക്കി കുസൃതിയോടെ പറയുന്ന കേട്ട് ഇന്ദു ആകെ വല്ലാതായിപ്പോയി. അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് അബി അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. അപർണയുടെ ഇന്ദ്രൻ്റെയും കുഞ്ഞിപ്പൂച്ചയുടെ പേരിടൽ ചടങ്ങ് അങ്ങനെ കെങ്കേമമായി എല്ലാവരും ആഘോഷിച്ചു. അപർണ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊന്നും കുഞ്ഞു ഉറങ്ങാതെ കിടക്കുവാണ്. രാത്രി 10 മണിയായിട്ടും കുഞ്ഞിപ്പെണ്ണ് കണ്ണ് മേടിച്ച് കിടക്കുന്നുണ്ട്. എന്താക്കി, എൻ്റെ കുഞ്ഞിപ്പൂച്ച ഇതുവരെ ഉറങ്ങിയില്ലേ? ഇന്ദ്രൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയതും കുഞ്ഞിൻ്റെ ചിണുങ്ങൽ കേട്ട് അവളെ ചക്കിയുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് ചോദിച്ചു. ആഹാ, കൊള്ളാം, അവൾ ജിത്തേട്ടൻ്റെ നെഞ്ചിൽ കിടന്നല്ലേ ഉറങ്ങൂ. നമ്മളൊക്കെ എന്തൊക്കെ ചെയ്താലും അവൾക്ക് ഉറങ്ങണ്ടല്ലോ, പാൽ കുടിക്കാൻ മാത്രം മതിയല്ലോ അവൾക്ക് എന്നെ. അപർണ കുശുമ്പോടെ പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് ഇന്ദ്രൻ ചിരിയോടെ ബെഡിലേക്ക് കിടന്നുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് കിടത്തി. അത്രയും നേരം ബഹളം വച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് അവൻ്റെ നെഞ്ചിൽ ഒതുങ്ങിക്കിടന്നു. അച്ഛനെ കുഞ്ഞിപ്പൂച്ച ഉറങ്ങിക്കോട്ടോ, ഈ കുശുംബിയാമ്മ പറയുന്നതൊന്നും എൻ്റെ കുഞ്ഞ് കേൾക്കണ്ട. ഇന്ദ്രൻ കുഞ്ഞിൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അപർണയെ ഇടം കണ്ടിട്ട് നോക്കി. അവിടെയാണെങ്കിൽ ഇപ്പം പൊട്ടു എന്ന പോലെ മുഖവും വീർപ്പിച്ചു വച്ചേക്കാണ് ചക്കി. അത് കണ്ട് ഇന്ദ്രൻ ചിരിയോടെ തനിക്ക് അരികിലിരിക്കുന്ന അപർണയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ കട്ടിലിലേക്ക് കടത്തി. അവൻ്റെ ആ നീക്കം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അപർണ പകപ്പോടെ അവനെ നോക്കി. അത് കണ്ട് ഇന്ദ്രൻ അവളെ കണ്ണ് ചിമ്മി കാണിച്ചു. എൻ്റെ കുശുമ്പി ചക്കി, നിനക്ക് എൻ്റെ കുഞ്ഞിപ്പൂച്ചയോടും കുശുമ്പാണോടി? ഇന്ദ്രൻ അപർണയുടെ മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിക്കുന്ന കേട്ട് അപർണ അവനെ നോക്കി ചിരിച്ചു. അതേലോ, ഈ ചക്കി അവളുടെ സഖാവിൻ്റെ കാര്യത്തിൽ എല്ലാവരോടും കുശുമ്പ. എനിക്ക് എപ്പോഴും നമ്മുടെ ഈ കുഞ്ഞിപ്പൂച്ചയെ പോലെ ജിത്തേട്ടൻ്റെ ഈ നെഞ്ചിൽ കിടക്കണം. ഈ ചൂട് പറ്റി എന്നും മയങ്ങണം. ഒരിക്കലും ഉണരാത്ത യാത്രയിൽ എൻ്റെ മരണത്തെ ഞാൻ പുൽകുന്നതും ഈ നെഞ്ചിൽ കിടന്നാവണം. അതാ എൻ്റെ ആഗ്രഹം. അപർണ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ കാപ്പിക്കണ്ണുകളിലേക്ക് നോക്കി. അവിടെ അവളെ ചുട്ടടിക്കാൻ ഭാഗത്തിൽ കൂർപ്പിച്ചു നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് അപർണയ്ക്ക് ഒരു നിമിഷം ഭയം തോന്നി. ജിത്തേട്ടാ, ഞാൻ... അപർണ പറഞ്ഞു തീരും മുമ്പ് ഇന്ദ്രൻ അവളെ തടഞ്ഞു. വേണ്ടയാക്കി, നീ ഇനി എന്നോട് ഒന്നും പറയണ്ട. നീ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചിലുണ്ടാവുന്ന വേദന എന്താണെന്ന് നിനക്കറിയോ? നീ അന്ന് ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അനുഭവിച്ച വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ചക്കി. ഇന്ദ്രൻ്റെ മനസ്സിലെ വിഷമം അവൻ്റെ ദേഷ്യമായി പുറത്തേക്ക് വന്നു. അവൻ അവളെ നോക്കാതെ മുഖം തിരിച്ചു. ജിത്തേട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല പറഞ്ഞ്. എൻ്റെ ലോകം തന്നെ ഈ ജിത്തേട്ടനില്ല. അപ്പോൾ ആ ലോകത്തിൽ തന്നെ എപ്പോഴും കൂടണയാൻ എനിക്ക് ആഗ്രഹമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ജിത്തേട്ടൻ എന്നോട് ഇങ്ങനെ പിണങ്ങല്ലേ? അപർണ കരഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ മുഖം തനിക്ക് നേരെ പിടിച്ചു വച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഇന്ദ്രൻ്റെ മനസ്സും വേദനിച്ചുവെങ്കിലും അവൻ അവളോട് മിണ്ടാൻ കൂട്ടാക്കിയില്ല. ജിത്തേട്ടാ, പ്ലീസ് എന്നോട് മിണ്ടാതിരിക്കില്ലേ? വിഷമത്തോടെ ഏങ്ങലടിച്ച് പറയുന്നവളെ കണ്ട് ഇന്ദ്രൻ അധിക നേരം അവളോട് ദേഷ്യപ്പെട്ടിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ തൻ്റെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞിനെ പതിയെ നീക്കി കിടത്തി. അതിനുശേഷം ഇന്ദ്രൻ തൻ്റെ ഇടത്തെ കൈകൊണ്ട് അപർണയെ അവൻ്റെ ഇടത്തെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. അവൻ്റെ ചേർത്ത് പിടിക്കൽ ആഗ്രഹിച്ച പോലെ അപർണ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കിടന്നു. അപ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ വീണുകൊണ്ടേയിരുന്നു. അവനെ വാക്കുകൾ കൊണ്ട് നോവിച്ചതിനുള്ള തൻ്റെ ക്ഷമാപണം പോലെ അവളുടെ കണ്ണുകളിലെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിൽ വീണുടഞ്ഞു. ചക്കി, ഇന്ദ്രൻ ആർദ്രമായി വിളിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി. അപർണ തല ഉയർത്താതെ തന്നെ അവൻ്റെ നെഞ്ചിൽ കിടന്നു മൂളി. ഡി ചക്കി, ഇങ്ങോട്ട് നോക്കിയേ. ഇന്ദ്രൻ അവളെ ഗൗരവത്തോടെ വിളിച്ചു. അപർണ ചിടുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കിക്കേ, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ ചക്കി. ഇന്ദ്രൻ ശബ്ദം ഉയർത്തി പറഞ്ഞതും തൻ്റെ വലത്തെ നെഞ്ചിൽ കിടക്കുന്ന കുഞ്ഞ് ഞെട്ടിക്കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അപർണ തല ഉയർത്തി കുഞ്ഞിനെ നോക്കി അവളുടെ തലയിൽ തലോടി. അച്ചോടാ, എൻ്റെ കുഞ്ഞി കരയില്ലേടാ. ഇന്ദ്രൻ കുഞ്ഞിനെ കൊഞ്ചിച്ചോട് പറഞ്ഞു.
അത് കേട്ട് അപർണ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി നോക്കി. അമ്മയും മോളും കൂടി മത്സരിച്ച് കരഞ്ഞോണം. ഈ ഞാനുണ്ടല്ലോ രണ്ടെണ്ണത്തിനെയും കൊഞ്ചിക്കാൻ. ഇന്ദ്രൻ അപർണയെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ ഞാൻ വെറുതെ കരഞ്ഞൊന്നുമല്ലല്ലോ, എന്നെ വഴക്ക് പറഞ്ഞ് കരയിച്ചല്ലേ ജിത്തേട്ടൻ. ഇനി നീ ആവശ്യമില്ലാത്ത വല്ല കാര്യവും പറഞ്ഞ വഴക്ക് പറയല, നല്ല അടി വച്ചു തരും ഞാൻ, എന്നിട്ട് കരയിക്കും. ഇന്ദ്രൻ പറയുന്ന കേട്ട് അപർണ അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ച് കാണിച്ചു. അത് കണ്ട് ഇന്ദ്രന് ചിരി വന്നുവെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് കുഞ്ഞിനെ നോക്കിയവൻ. നേരത്തെ കരഞ്ഞപ്പോൾ ഉള്ള കണ്ണുനീരൊക്കെ കണ്ണുകളിൽ ഇപ്പോഴും തങ്ങി നിൽപ്പുണ്ട്, ആ കുഞ്ഞി കടുങ്കാപ്പി കണ്ണുകളിൽ. അത് കണ്ട് ഇന്ദ്രൻ കുഞ്ഞിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. ആ സമയം ആ കുഞ്ഞിച്ചുണ്ടുകൾ കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് ഇന്ദ്രനെ നോക്കി ചെളിഞ്ഞു. അത് കണ്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് ചക്കിയെ നോക്കി. നിന്റെ കൂട്ട് തന്നെ എല്ലാ വെളച്ചിലും പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ കുറുമ്പിപ്പൂച്ച. ഇന്ദ്രൻ പറയുന്ന കേട്ട് ചക്കി അവനെ നോക്കി പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ച് അവളുടെ കുഞ്ഞു വിരലിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് വീണ്ടും ചെടുങ്ങാൻ തുടങ്ങി. അച്ചോടാ, എൻ്റെ കുഞ്ഞിപ്പൂച്ച കരയണ്ട, അച്ഛൻ മോൾക്ക് പാട്ട് പാടിത്തന്ന് ഉറക്കും. അപർണ ഇന്ദ്രനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പോൾ കുഞ്ഞിപ്പൂച്ചയ്ക്കാണോ അതോ ചക്കിപ്പൂച്ചയ്ക്കാണോ പാട്ട് വേണ്ടത്? ഇന്ദ്രൻ അവളെ കളിയാക്കി ചോദിച്ചു. ആ, നമുക്കൊന്നും ഇപ്പോൾ ആരും പാട്ടൊന്നും പാടി തരില്ലല്ലോ, ഈ കുഞ്ഞിപ്പൂച്ചയ്ക്കല്ലേ പാട്ടൊക്കെ പാടിക്കൊടുക്കൂ. അപർണ പരിഭവത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പതിയെ മൂളി തുടങ്ങി. തൻ്റെ ചക്കിപ്പൂച്ചയെയും കുഞ്ഞിപ്പൂച്ചയെയും ചേർത്ത് പിടിച്ച് ഇന്ദ്രൻ ഓരോ വരികളും മൂളി. അവൻ്റെ പാട്ട് കേട്ട് വിടർന്ന കണ്ണുകളോടെ ഇരുന്ന ചക്കിയും അവരുടെ കുഞ്ഞിപ്പൂച്ചയും ഉറക്കത്തിലേക്ക് വഴുതി വീണു. അവരെ രണ്ടുപേരെയും തൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദ്രനും നിദ്രയെ പ്രാപിച്ചു. അപരാജിത എന്ന അവരുടെ കുഞ്ഞിപ്പൂച്ചയുടെ ചിരിയും കളിയുമാണ് ഇന്ദീവരത്തിലെ ഓരോ പ്രഭാതങ്ങളും അവരെ ഉണർത്തുന്നത്. 4 വർഷങ്ങൾക്ക് ശേഷം. ദേ മാറി നിൽക്ക് ജിത്തേട്ടാ, ഇന്ന് ഇവൾക്കിട്ട് ഞാൻ 2 കൊടുക്കുന്നുണ്ട്. അപർണ ദേഷ്യത്തോടെ കയ്യിലെ വടിയും പിടിച്ച് 4 വയസ്സുകാരി കുറുമ്പിപ്പെണ്ണ് അപരാജിതയുടെ പിറകെ ഓടി. എന്തിനാ നീ കുഞ്ഞിനെ ഇങ്ങനെ അടിക്കാൻ ഓടിക്കുന്നേ? ഇന്ദ്രൻ അപർണയുടെ കയ്യിൽ നിന്നും വടി തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു. വൈകിട്ട് കോളേജിൽ നിന്നും വന്ന ഇന്ദ്രൻ വന്നപ്പോഴേ കാണുന്നത് അമ്മയുടെയും മോളുടെയും ഗുസ്തിയാണ്. ചക്കിക്കിപ്പോൾ പഴയ ആ കുറുമ്പിൽ നിന്നും ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അവളുടെ ജിത്തേട്ടൻ്റെ അടുത്ത് ഇപ്പോഴും ഇവൾ കുറുമ്പി തന്നെയാണ്. എൻ്റെ ഇന്ദ്ര, പിള്ളേർ രണ്ടും കൂടി കളിക്കുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയപ്പോൾ ആമി ചെറുതായിട്ടൊന്ന് വീണു. ആമി ഇന്ദുവിൻ്റെ അബിയുടെ 3 വയസ്സുകാരി മകളാണ്. അതിന് അവൾ കരഞ്ഞതിനാ ഈ ബഹളം വയ്ക്കുന്നത്. ആണോ കുഞ്ഞി, നീ ആമിയെ തള്ളിയിട്ടോ? ഇന്ദ്രൻ ആമിയുടെ അടുത്തിരിക്കുന്ന കുഞ്ഞിനോട് ഗൗരവത്തോടെ ചോദിച്ചു. അപ്പോഴേ കുഞ്ഞിപ്പെണ്ണ് ചിണുങ്ങാൻ തുടങ്ങി. അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവളുടെ അച്ഛൻ അവളോട് ഗൗരവത്തോടെ എന്തെങ്കിലും ചോദിച്ചാലേ കുഞ്ഞി കരയാൻ തുടങ്ങും. അച്ഛേ, ഞാൻ കളിച്ചപ്പോൾ പോന്ന് പറഞ്ഞ് തള്ളിയത് ആമിയെ, അവൾ വീഴുന്ന് ഞാൻ ഓർത്തില്ല അച്ഛൻ. കുഞ്ഞി ചിണുങ്ങിക്കൊണ്ട് പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ കൈകളിൽ കോരിയെടുത്തു. എൻ്റെ കുഞ്ഞി വിഷമിക്കണ്ടാട്ടോ, അച്ഛൻ എൻ്റെ കുഞ്ഞോട് പറഞ്ഞിട്ടില്ലേ കളിക്കുമ്പോൾ ആമിയെ പിടിച്ച് തള്ളരുതെന്ന്. അവൾ കുഞ്ഞല്ലേ, മോൾ അവളുടെ ചേച്ചിയല്ലേ, അപ്പോൾ എൻ്റെ കുഞ്ഞ് വേണ്ടേ അവളെ നോക്കാൻ? ഇന്ദ്രൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് കുഞ്ഞി ചിരിയോടെ തല കുലുക്കി. ഇനി ആമിയെ ഞാൻ നോക്കിക്കോളാം അച്ഛൻ. കുഞ്ഞി പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും താഴേക്കിറങ്ങി ആമിയുടെ അടുത്ത് പോയി കളിക്കാൻ തുടങ്ങി. എൻ്റെ ഇന്ദ്രേട്ടാ, അവർ തമ്മിൽ അടിയും കഴിഞ്ഞ് ചിരിയും കളിയുമായി. എന്നിട്ട് ഈ ചക്കി അതും പറഞ്ഞ് കുഞ്ഞിയെ അടിക്കാൻ ഓടിക്കുക. ഇന്ദ്രൻ താഴെ ഇരുന്ന് കളിക്കുന്ന കുട്ടികളെ നോക്കി ഇന്ദ്രനോട് അപർണയെക്കുറിച്ച് പരാതി പറഞ്ഞു. ഓഹോ, അപ്പം ഞാനാണല്ലേ പ്രശ്നക്കാരി? അപർണ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് അവിടെ എല്ലാവരും ചിരിച്ചു. ഇപ്പോഴും ഇവൾക്ക് ഒരു മാറ്റവും ഇല്ലല്ലോ ഇന്ദ്ര, വിദ്യ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ നോക്കി. അതെങ്ങനെയാ അപ്പച്ചി മാറുന്നേ? അവളുടെ കുറുമ്പിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ദേ ഇവനല്ലേ? അബി ഇന്ദ്രനെ നോക്കി പറഞ്ഞു. ഇന്ദ്രൻ അബിയെ നോക്കി പുച്ഛിച്ച് കാണിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു. ചക്കീതെവിടെ പോയി? ഇന്ദ്രൻ മുറിക്കകത്തൊന്നും അപർണയെ കാണാതെ ബാൽക്കണിയിലേക്ക് നടന്നു. കുഞ്ഞും അവളുടെ അച്ഛയൊക്കെ ഒരു സെറ്റാവാവേ, നീ അമ്മയുടെ സെറ്റായിരിക്കണേ വാവേ. ബാൽക്കണിയിലെ ഊഞ്ഞാലിരുന്നുകൊണ്ട് തൻ്റെ വയറിൽ കൈവച്ച് ചക്കി സംസാരിക്കുന്ന കേട്ടാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവൻ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ അപർണയുടെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് അവളെ നോക്കി. ഇന്ദ്രനെ കണ്ടതും ചക്കി അപ്പോഴേ പരിഭവത്തോടെ തിരിഞ്ഞിരുന്നു.
അത് കണ്ട് ഇന്ദ്രൻ അവളെ പിറകിൽ നിന്നും തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പുണർന്നുകൊണ്ട് അവളുടെ തോളിലായി അവൻ്റെ താടി മുട്ടിച്ചു വെച്ചു. പോ, എന്നോട് ചിത്തേട്ടൻ മിണ്ടണ്ട, ഞാൻ ചിത്തേട്ടനോട് പിണക്കാം. അപർണ പരിഭവത്തോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ അവളെ തനിക്ക് നേരെ പിടിച്ചിരുത്തി. ആദ്യമൊക്കെ അവൾ കുതറിയെങ്കിലും ഇന്ദ്രൻ അവളെ ബലമായി തനിക്ക് നേരെ പിടിച്ചിരുത്തി. എൻ്റെ ചക്കിപ്പൂച്ച നേരത്തെ സംസാരിച്ചത് നമ്മുടെ വാവയോടാണോ? ഇന്ദ്രൻ ആകാംക്ഷയോടെ ചോദിക്കുന്ന കേട്ട് അപർണ അവനെ നോക്കി തല കുലുക്കിക്കൊണ്ട് ചിരിയോടെ അവൻ്റെ വലത്തെ കൈ എടുത്ത് അവളുടെ വയറിൽ വച്ചു കൊടുത്തു. ഇവിടെ നമ്മുടെ കുഞ്ഞു സഖാവ് വന്നിട്ടുണ്ട് ചിത്തേട്ടാ. അപർണ ചിരിയോടെ പറയുന്ന കേട്ട് ഇന്ദ്രൻ്റെ മനസ്സും ആകെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തുകൊണ്ട് അവളുടെ മുഖം മുഴുവൻ അമർത്തി ചുംബിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമായി ചക്കി. നമ്മുടെ പ്രണയത്താൽ നാമ്പെടുത്ത അടുത്ത മുട്ടി ഇവിടെ വിടർന്നു അല്ലേ? ഇന്ദ്രൻ അവളുടെ വയറിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട അപർണ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അമ്മ കുഞ്ഞോട് പെണക്കാണോ? കുഞ്ഞിയുടെ ചിണുങ്ങിയുള്ള സംസാരം കേട്ട് അപർണ കുഞ്ഞിയുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇല്ലല്ലോ കുഞ്ഞിപ്പൂച്ചേ, നിന്നോട് ഈ അമ്മയ്ക്ക് പിണങ്ങിയിരിക്കാൻ പറ്റുമോ? ചക്കി പറയുന്ന കേട്ട് കുഞ്ഞിൻ്റെ കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു. പിന്നെ എൻ്റെ അമ്മ കുഞ്ഞെ മടിയിലിരുത്താത്ത? കുഞ്ഞി സംശയത്തോടെ ചോദിക്കുന്ന കേട്ട് ഇന്ദ്രൻ അവളുടെ കുഞ്ഞിക്കൈ എടുത്ത് അപർണയുടെ വയറിൽ വച്ചു കൊടുത്തു. ഇവിടില്ലേ എൻ്റെ കുഞ്ഞിപ്പൂച്ചയുടെ കൂടെ കളിക്കാൻ ഒരു കുഞ്ഞുവാവ വരുന്നുണ്ട്. ഇന്ദ്രൻ പറയുന്ന കേട്ട് കുഞ്ഞി സന്തോഷത്തോടെ അവരെ രണ്ടുപേരെ നോക്കി ചിരിച്ചുകൊണ്ട് ചക്കിയുടെ വയറ്റിൽ ഉമ്മ വച്ചു. വാവ എന്നെ എൻ്റെ കൂടെ കളിക്കാൻ വരുന്നേ? കുഞ്ഞി ആകാംക്ഷയോടെ ചോദിക്കുന്ന കേട്ട് ഇന്ദ്രൻ അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. കുറേ ദിവസം കഴിഞ്ഞ് നമ്മുടെ വാവ വരും. അതുവരെ എൻ്റെ കുഞ്ഞിപ്പൂച്ച കുറുമ്പ് കാണിച്ച് ഈ അമ്മപ്പൂച്ചയെ ഓടിക്കരുത് കേട്ടോ. ഇന്ദ്രൻ പറയുന്നത് കേട്ട് അവളെ ഇല്ല എന്ന് തലകുലുക്കി കാണിച്ചു. അത് കണ്ട് ചക്കി കുഞ്ഞിയെ കെട്ടിപ്പിടിച്ചു. അവരെ രണ്ടുപേരെയല്ല 3 പേരെ പൊതിഞ്ഞു പിടിച്ച് ഇന്ദ്രനും അവിടെ ഇരുന്നു. ആ സമയവും ഇന്ദ്രൻ്റെയും ചക്കിയുടെയും മനസ്സ് അവരുടെ മാത്രം ലോകത്തായിരുന്നു. പറയാതെ പറഞ്ഞ പ്രണയവുമായി വിധി കൂട്ടിച്ചേർത്ത ബന്ധം. ആ ബന്ധത്തിലൂടെ തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞ പീലിയും അവളുടെ മാത്രം സഖാവും. പ്രണയത്തിൻ്റെ മധുരം നുകർന്നുകൊണ്ട് ചക്കിപ്പൂച്ചയും അവളുടെ ചിത്തേട്ടനും അവരുടെ പ്രണയാംശങ്ങളുമായി സന്തോഷത്തോടെ ജീവിക്കട്ടെ.